അത്യാവശ്യത്തിനുള്ള പാചകവാതക വിതരണം ആരംഭിച്ചിട്ടും പ്രതിസന്ധി ഒഴിയാതെ ഹോട്ടൽ വ്യവസായം. അടച്ച ഹോട്ടലുകൾ പലതും തുറന്നെങ്കിലും ഉയർന്ന LPG നിരക്ക് കാരണം മെന്യു വെട്ടിച്ചുരുക്കി തുടരുകയാണ്. തൊഴിലാളികളുടെ അഭാവവും മേഖലയെ സാരമായി ബാധിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് വാണിജ്യ ഗ്യാസ് ലഭ്യത കുറഞ്ഞതോടെയാണ് സംസ്ഥാനത്തെ ഹോട്ടലുകൾ ഏറിയ പങ്കും അടച്ചുപൂട്ടിയത്. പാചകവാതവുമായി കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നത് ആശ്വാസമാണെങ്കിലും വാണിജ്യ ഗ്യാസിന്റെ വില ഇതിനോടകം 2000 കടന്നു. വ്യവസായ മേഖലയ്ക്കും മുൻഗണന നൽകണമെന്ന് പെട്രോളിയം മന്ത്രാലയം നിർദ്ദേശിച്ചെങ്കിലും ഗ്യാസിന്റെ ലഭ്യത കുറവാണെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. നമ്മൾ സർക്കാർ പറയുന്ന 70% ഗ്യാസ് കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ 70% ഗ്യാസ് ഒന്നും കിട്ടുന്നില്ല. ഒരു 20-30% ഗ്യാസാണ് ഇപ്പോൾ നിലവിൽ പാചകവാതകം ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. പല കടകളും തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങിയാലും പലപ്പോഴും നമുക്ക് ഉപഭോക്താക്കൾക്ക് ആവശ്യമായ ഭക്ഷണം നമുക്ക് കൊടുക്കാൻ സാധിക്കാറില്ല. ഭക്ഷണ വിതരണ മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 20-30%ഓളം പ്രത്യേകിച്ച് ക്ലീനിങ് സ്റ്റാഫ് എല്ലാം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അവർ കൂട്ടത്തോടെയുള്ള പോക്ക് ശരിക്കും ഞങ്ങളുടെ വ്യവസായങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പല കടകളും തുറക്കാത്തത് ഗ്യാസിന്റെ മാത്രം പ്രശ്നമല്ല, തൊഴിലാളി പ്രശ്നം കൊണ്ടും പല സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക ഹോട്ടലുകളും പ്രവർത്തനം പുനരാരംഭിച്ചെങ്കിലും പൂർണ്ണതോതിൽ പ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല. ഇപ്പോഴും മെനുവിലെ വെട്ടിച്ചുരുക്കിയ വിഭവങ്ങൾ പട്ടികയിലേക്ക് തിരികെ എത്തിയിട്ടില്ല. ഇതിനിടെ തെരഞ്ഞെടുപ്പിനായി അതിഥി തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങിയതും ഹോട്ടൽ മേഖലയെ സാരമായി ബാധിച്ചു. അതിഥി തൊഴിലാളികൾ ജൂൺ മാസത്തോടെയാകും തിരിച്ചെത്തുക. ഇതോടെ പ്രവർത്തനം ആരംഭിച്ച ഹോട്ടലുകളിൽ തൊഴിലാളി ക്ഷാമവും രൂക്ഷമാണ്. ഇതിനിടെ പല ഹോട്ടലുകളും 10 മുതൽ 20% വരെ വിലയും വർദ്ധിപ്പിച്ചു. ഗ്യാസ് സുലഭമാകുന്നതുവരെ ഹോട്ടൽ മേഖലയിൽ പ്രതിസന്ധി തുടരുമെന്നാണ് വിലയിരുത്തൽ. ഹോട്ടലുകളിലെ ഭക്ഷണ ലഭ്യതക്കുറവ് വിനോദസഞ്ചാര മേഖലയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.